ജസ്ലിൻ, എങ്ങോട്ടാണ് നിൻ്റെ ഈ യാത്ര? ഗാർഡനിലോട്ട്. ഗാർഡൻ? അയ്യോ, ശ്വാസം മുട്ട. നടക്കാനൊന്നും വയ്യാണ്ടായിരിക്കണം. ഗാർഡൻ പോകുന്ന വഴിക്ക് നമ്മളൊരു ചാപ്പൽ കണ്ടു. അപ്പോൾ അതുകൂടി കണ്ടിട്ട് ഗാർഡനിലോട്ട് പോകാമെന്ന്. പോകുന്നത് സ്വിറ്റ്സർലൻഡ് ചാപ്പലിലോട്ടാണ്. ഇതിനുള്ളിലൊരു ചാപ്പലുണ്ട്. ചാപ്പലിലോട്ട് പോകുന്ന വഴിക്കൊരു ചെറിയ ഫൗണ്ടെയിൻ പോലത്തെ സാധനം. ഫോഴ്സ് ഇല്ല വെള്ളത്തിന്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. കൊള്ളാല്ലേ? കാർവ്ഡ് വുഡൻ ഏഞ്ചൽസ് എന്ന്. ചാപ്പൽ കാണാൻ പോകുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇത് ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ കുറേ പേരിങ്ങനെ സംസ്കരിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അതിങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും. ഇനി ഇത് സ്പെഷ്യലായിട്ട് ഉള്ളവർക്ക് വേണ്ടിയുള്ള സ്പേസ് ആണോ എന്നറിയില്ല. പക്ഷേ ഐ ഡോണ്ട് നോ, ബട്ട് ഒരു പുതിയൊരു എക്സ്പീരിയൻസ്. ചാപ്പൽ എന്ന പേര്, അകത്ത് കണ്ട വ്യൂസും ജസ്റ്റ് കോൺട്രഡിക്റ്റിങ്. ആൻഡ് ഒന്നും രണ്ടും അല്ല, ഒത്തിരി. ഇത്രയും പേരെ ഇവരെ സംസ്കരിച്ചിരിക്കുന്നത്. ആൻഡ് ഇത് കണ്ടപ്പോൾ എന്തോ പോലെ ലൈക്ക് സ്കെൽറ്റൻ ആ പരുവത്തിൽ. ചാപ്പൽ കയറി കണ്ടു. കൂടുതലും പേരെ സംസ്കരിച്ചിരിക്കുന്ന വിഷ്വൽസാണ് കണ്ടത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഗാർഡനിലോട്ട് പോകുന്നു. ഗോഡ്വിൻഡാസ് എന്താ നോക്കുന്നത്? ബേസ്ഡ് ഓൺ ക്ലൈംബാ. ഇതെന്താ, ഇതിൻ്റെ ബ്രാഞ്ചസ് ആണ് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞ് ഊഞ്ഞാല് പോലെയൊക്കെ കിടക്കുന്നത്. ഇതൊരു ഒറ്റ ട്രീ ആണോ? സീരിയസ്ലി? എന്തോ ഉണ്ട് ഇതിൽ. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. Anyone know what it is? I don't know. It's a tree. ഗവൺമെൻറ് ക്ലാസ് എടുക്കുമായിരുന്നു. ഇത് ഒറ്റ ഇൻഡിവിജ്വൽ. ഞാനപ്പോൾ ഒറ്റ ഇൻഡിവിജ്വലിനെ ഒരു ഇൻഡിവിജ്വൽ ട്രീയുടെ ബ്രാഞ്ചസ് ആണോ ഇതെല്ലാം? ഇത്രയും? യു ഷുവർ? കള്ളത്തരം പറയുന്നു. അറിയത്തില്ല ഗൈസ്, ചുമ്മാ പറഞ്ഞതാണ്. പക്ഷെ എന്തായാലും കൊള്ളാം. ഇനി നമ്മളെ ഗാർഡൻ പോയി കണ്ടിട്ട് വരാം. അങ്ങോട്ട്
വരുന്നവർ ആവശ്യത്തിലധികം എനർജി ഡ്രിങ്കുമായിട്ട് വേണം വരാൻ. കാര്യം ഇഷ്ടം പോലെ നടക്കാനുണ്ട്. ഗാർഡൻ എത്തി. മെയിൻ എൻട്രൻസ് അല്ല ഇത്, അതിന് മുന്നേ ഒരു ഇടവഴി, ഞാനത് വഴി കയറി. എന്നിട്ട് വീണ്ടും മെയിൻ എൻട്രൻസ് വഴി കയറി. കയറുവാണ്. കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിലൊരു അടിപൊളി ഫൗണ്ടെയിൻ. ഫുള്ളും ഗ്രീനറി കൊണ്ടുള്ള വോൾസ്. അവിടെ ഫുള്ള് ഫൗണ്ടെയിൻ ആട്ടോ. അവിടെ കയറുമ്പോൾ തന്നെ ആ ഒരു വാട്ടർഫോളിൻ്റെ സൗണ്ട് നല്ല സൂത്തിങ്ങാണ്. എന്താ ഡസ്ലിൻ, വല്ല സാമ്യം തോന്നുന്നുണ്ടോ? ഗോട്ടിന് അങ്ങോട്ട് മാറി നിൽക്കൂ, കുട്ടിക്ക് സാമ്യങ്ങൾ തോന്നുന്നു. ഓ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയേ, വാട്ട് എ വ്യൂ. നമുക്ക് അവിടെ അകത്ത് കയറിയിട്ട് കണ്ടിട്ട് എന്ത് തോന്നുന്നു? സൂപ്പർ. ഇങ്ങോട്ട് ഭാഗത്തോട്ട് പറഞ്ഞു കാണിച്ചു തരാം. ഇനി ഇങ്ങോട്ട് തിരിഞ്ഞാൽ, ഓ മൈ ഗോഡ്, ഇതെന്തത്? ഒരു രക്ഷയില്ല ഗൈസ്. ഒരു കാര്യം കാണിച്ചിട്ട് ഗൈസ്, ഇവിടെ നിന്നപ്പോൾ ഞാൻ അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ കണ്ടേ. പക്ഷെ അത് കണ്ടോ, ക്രൗണിൽ നിന്ന് ഫോളാവുന്ന രീതി. ഇത് കണ്ടോ, ഫസ്റ്റ് ടൈമാണ് ഞാനത് കാണുന്നത്. കൊള്ളാമല്ലേ, നൈസ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. എന്തോ നടക്കുന്ന ഇവിടെ? ഓടി വന്ന് അവനൊരു ബെഞ്ച് കണ്ട അവ അവിടെ കയറി കൂടെ ഞാനും വന്നു. ഡാഡി എന്തോ കഴിക്കുന്നത്? ഇച്ചിരി തരുമോ? കിമ്മി, ആ കിമ്മി. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ എന്നാ എന്നാ. ഇവിടെയാണ് ക്രൗണിൻ്റെ ഫൗണ്ടെയിൻ കണ്ടത്. അപ്പോൾ ടൈമായെന്ന് പറഞ്ഞിട്ട് അവരത് ക്ലോസ് ചെയ്തു. ഇത് കണ്ടോ ബാക്ക്ഗ്രൗണ്ട്, അടിപൊളി ഗാർഡൻ, മസ്റ്റ് വിസിറ്റ്. ടൈം കഴിഞ്ഞ് ക്ലോസ് ചെയ്യാറായി. അപ്പോൾ നമ്മൾ ഇറങ്ങുക. ഗാർഡൻ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി ഗൈസ്. അടിപൊളി ഗാർഡൻ ആയിരുന്നു, സൂപ്പർ. ഫസ്റ്റ് വിസിറ്റില്ലേ, പ്രത്യേകിച്ച് ഗാർഡൻ, വേറെ ഒന്നും കണ്ടില്ലെങ്കിലും ഗാർഡൻ. അതെ, ഫോട്ടോ എടുത്ത് മതിയാവുന്നതിന് മുന്നേ ഇറങ്ങേണ്ടി വന്നു, ബിക്കോസ് സമയം കഴിഞ്ഞു. Arundel Castle, and that's all about Arundel Castle. അടിപൊളിയായിരുന്നു, സൂപ്പർ. വൺ ഡേ കാണാൻ പറ്റില്ല. ഗാർഡൻ നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, സമയം കുറവായതുകൊണ്ട്. പക്ഷെ വരുന്നവർ നേരത്തെ വരാം. ഞങ്ങൾ എത്തിയപ്പോൾ ഉച്ചയായി. രാവിലെ വരാണെങ്കിൽ നമുക്ക് രാവിലെ കൊണ്ട് കാസിലും കവർ ചെയ്യാം, ഈവനിങ് ഗാർഡനിൽ സ്പെൻഡ് ചെയ്യാം. സോ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. See you next time. Bye.